എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് പ്രദോഷവ്രതത്തെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഇത് നിങ്ങൾ ഷെയർ ചെയ്യാം. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണ് പ്രദോഷവ്രതം? എല്ലാ മാസത്തിലും 2 പ്രദോഷങ്ങളുണ്ട്. വെളുത്ത പക്ഷത്തിൽ ഒരെണ്ണം, കറുത്ത പക്ഷത്തിൽ ഒരെണ്ണം. കറുത്ത പക്ഷത്തിലെ പ്രദോഷത്തിലാണ് കൂടുതലും പ്രാധാന്യം. എങ്കിലും 2 പ്രദോഷവും ശിവപ്രീതിക്ക് വേണ്ടി നമ്മൾ എടുക്കുന്നതാണ്. അതിൽ കറുത്ത പക്ഷത്തിൽ ശനിയാഴ്ച വരുന്ന പ്രദോഷം വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ തിങ്കളാഴ്ച വരുന്ന പ്രദോഷവും വളരെ ശ്രേഷ്ഠമാണ്. ത്രയോദശി സന്ധ്യക്ക് വരുന്ന ദിവസമാണ് പ്രദോഷം എടുക്കുക. അത് 2 ദിവസം വരികയാണെങ്കിൽ ആദ്യത്തെ ദിവസമാണ് പ്രദോഷം എടുക്കുക. പ്രദോഷ സന്ധ്യയിൽ മഹാദേവൻ പാർവതീദേവിയെ പീഠത്തിലിരുത്തി ദേവിയെ സന്തോഷിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നൃത്തം ചെയ്യുന്ന ദിവസമാണ്. ഈ നൃത്തം കാണുന്നതിലേക്ക് വേണ്ടിയിട്ട് എല്ലാ ദേവന്മാരും കൈലാസത്തിൽ എത്തിച്ചേരും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പ്രദോഷവ്രതം എടുക്കുന്നവർക്ക് എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം ഉണ്ടാവും. ഇനി ഈ പ്രദോഷവ്രതം നമ്മൾ എന്തിനാണ് എടുക്കുന്നത്? പ്രധാനമായും ദാരിദ്ര്യ ദുഃഖ ശമനത്തിനാണ് പ്രദോഷവ്രതം. കൂടാതെ ശത്രു ദോഷ നിവൃത്തിയും അതുപോലെ സന്താനലബ്ധിയും ആരോഗ്യവും ക്ഷേമവും ഐശ്വര്യവും സമ്പത്തും എല്ലാം നമുക്ക് ഈ പ്രദോഷവ്രതത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. എല്ലാ സുഖങ്ങളെയും പ്രദാനം ചെയ്യുന്ന ഒരു പ്രധാന വ്രതം തന്നെയാണ് ഈ പ്രദോഷവ്രതം. ഇനി ഈ പ്രദോഷവ്രതം നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? ഈ പ്രദോഷ ദിവസം രാവിലെ എഴുന്നേറ്റ് പ്രഭാത സ്നാനം കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് രുദ്രാക്ഷമാല ധരിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തുക, പഞ്ചാക്ഷര ജപം നടത്തുക, മഹാദേവന് കൂവളത്തിൽ അർച്ചന, ധാര തുടങ്ങിയ വഴിപാടുകളൊക്കെ കഴിക്കുക. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അന്നേ ദിവസം എണ്ണ തേച്ച് കുളിക്കാൻ പാടില്ല. അതേപോലെ പൂർണ്ണമായ ഉപവാസം പ്രഭാതത്തിൽ തുടങ്ങി സന്ധ്യയ്ക്കുള്ള പ്രദോഷ പൂജ വരെ ഉപവാസത്തോടു കൂടി ഇരിക്കണം എന്നാണ്. ജലപാനം കഴിക്കാതെ ഉപവാസത്തോടു കൂടി ഇരിക്കണം. അങ്ങനെ പ്രദോഷ സന്ധ്യയിൽ ആ മഹാദേവന്റെ സന്നിധിയിൽ ചെന്ന് ആ പ്രദോഷ പൂജ ചെയ്ത് അതിൻ്റെ പാരണ, ആ ഭഗവാൻ അഭിഷേകം ഉണ്ടാവും പ്രദോഷ ദിവസം ശിവക്ഷേത്രത്തിൽ. ആ അഭിഷേകം ചെയ്ത തീർത്ഥം പാരണ ചെയ്തുകൊണ്ട് അന്ന് വൈകുന്നേരം ഭഗവാന് നിവേദിച്ച ആ നിവേദ്യം കഴിച്ചുകൊണ്ടാണ് ഈ വ്രതം അവസാനിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ വ്രതം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ദുഃഖങ്ങൾക്കും ശമനം ഉണ്ടാവും. അതുപോലെ മഹാദേവന്റെ പ്രീതി നമ്മൾക്ക് എന്നും ഉണ്ടാവും. ഇനി പ്രദോഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രദോഷം ഈ കറുത്ത ശനി പ്രദോഷം എന്നാണ് പറയുക. കറുത്ത പക്ഷത്തിൽ വരുന്ന ശനിയാഴ്ച വരുന്ന പ്രദോഷം വളരെ ശ്രേഷ്ഠമാണ്. അപ്പം അങ്ങനെ ഒരു ഭാഗ്യം നമ്മൾക്ക് ഈ ശിവരാത്രിക്കടുത്ത് ഉണ്ട്. ഫെബ്രുവരി 14 ശനിയാഴ്ച കറുത്ത ശനി പ്രദോഷമാണ്. അന്ന് പ്രദോഷവ്രതം എടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഇനി നമുക്ക് പ്രദോഷവ്രതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ പറയാം. ഉജ്ജയിനിയിൽ അതിശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു. ചന്ദ്രസേനൻ എന്നാണ് രാജാവിൻ്റെ പേര്. അദ്ദേഹം മഹാകാളേശ്വരനെ എന്നും ഭജിക്കുമായിരുന്നു. ദിഗ്വിജയങ്ങളൊക്കെ നേടി മഹായാഗങ്ങളൊക്കെ നടത്തിയ അദ്ദേഹത്തിന് ഒരിക്കൽ മാണിഭദ്രൻ എന്നൊരു ദേവപാർഷദൻ ചിന്താമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രത്നം നൽകി. ഈ ചിന്താമണിയുടെ പ്രത്യേകത നമ്മൾ എന്താവശ്യപ്പെട്ടാലും അത് നമുക്ക് തരുന്നതാണ്. ഗോക്കളെ ആവശ്യപ്പെട്ടാൽ ഗോക്കളെ തരും, രത്നത്തെ ആവശ്യപ്പെട്ടാൽ രത്നത്തെ തരും, ധനം ആവശ്യപ്പെട്ടാൽ ധനം തരും. ഈ രത്നം ആ രാജാവ് തൻ്റെ കഴുത്തിൽ ഇങ്ങനെ അണിഞ്ഞു. രാജ്യമെമ്പാടും അറിഞ്ഞു.
ഈ ചിന്താമണി രത്നം കിട്ടിയതോടു കൂടിയിട്ട് രാജാവിന് സമ്പത്തും ഐശ്വര്യവും പ്രതാപവും ഒക്കെ വർദ്ധിച്ചു. ഇതിങ്ങനെ കാണണ എല്ലാവർക്കും രാജാവിനോട് അസൂയ തോന്നാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ അത് അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് കൂടി അസൂയ ഉണ്ടാക്കി. എല്ലാവരും വന്ന് രാജാവിനോട് ഈ രത്നം തരാവോ എന്ന് ചോദിച്ചു. രാജാവ് ആർക്കും അത് കൊടുത്തില്ല. അങ്ങനെ ആ രാജാവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മറ്റ് രാജാക്കന്മാരൊക്കെ പുറപ്പെട്ടു. അങ്ങനെ യുദ്ധം വരുന്നുണ്ടെന്ന് അറിഞ്ഞ് രാജാവ് ഉടനെ മഹാകാളേശ്വര ക്ഷേത്രത്തിൽ ചെന്ന് ആ മഹാകാളേശ്വരനെ ഭജിക്കാൻ തുടങ്ങി. ഭജിച്ച് പൂജാതി കർമ്മങ്ങളൊക്കെ യഥാവിധി ചെയ്തുകൊണ്ടിരിക്കെ ആ ക്ഷേത്രത്തിലേക്ക് ഒരു ഗോപിക തൻ്റെ 5 വയസ്സുള്ള കുട്ടിയെയും കൊണ്ട് അവിടെ വന്ന് കയറി. ഭഗവാനെ തൊഴാൻ വന്നപ്പോൾ ഈ രാജാവ് ചെയ്യണ പൂജാകർമ്മങ്ങളൊക്കെ കണ്ട് ആ ഗോപിക അവിടെ തൊഴുതു. ആ സമയത്ത് ആ ഗോപികയുടെ ഒക്കത്തിരുന്ന് ആ കുഞ്ഞു ബാലൻ ഈ പൂജകളൊക്കെ ശ്രദ്ധിച്ചു. ഇത് ആ കുട്ടിയുടെ ഹൃദയത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. അങ്ങനെ ആ ഗോപിക തൊഴുത് പൂജയൊക്കെ തൊഴുത് ഭവനത്തിലേക്ക് പോയി. പാൽക്കാരിയാണ്, പാലൊക്കെ വിറ്റാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഗോപിക പാൽക്ക് വിറ്റ് വന്നു. സന്ധ്യാസമയമായി. കുറച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കുട്ടിയെ വിളിക്കാൻ ചെന്നപ്പോൾ കുട്ടി ആ വീടിൻ്റെ മുറ്റത്ത് ഒരു കല്ലൊക്കെ പെറുക്കി വെച്ച് പൂഴിമണൽ നിവേദ്യമായി സങ്കല്പിച്ചുകൊണ്ട് ആ രാജാവ് ചെയ്തതുപോലെ ഈ കല്ലിനെ നമഃശിവായ നമഃശിവായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോപിക മകൻ്റെ ഒരു കളിയായിട്ട് മാത്രമേ കണ്ടുള്ളൂ. വാ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. കുട്ടി ചെന്നില്ല. എത്ര വിളിച്ചിട്ടും ശ്രദ്ധിക്കാതെ ദേഷ്യം വന്നു. കുട്ടിക്ക് അടി കൊടുത്തു. അടി കൊടുത്തിട്ടും കുട്ടി അറിയണില്ല. കുട്ടി ഇങ്ങനെ ശിവശിവാന്ന് പറഞ്ഞ് അവിടെയുള്ള പച്ചിലകളൊക്കെ പറിച്ച് ശിവലിംഗത്തിൽ ഇങ്ങനെ ഇടുക, മണല് നിവേദ്യമായിട്ട് സങ്കല്പിച്ച് പൂജ കഴിക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗോപിക്ക് വളരെ ദേഷ്യം വന്ന് ഈ പൂജിക്കണ കല്ലും ആ ഇലകളും എല്ലാം പെറുക്കി എറിഞ്ഞ് ദേഷ്യപ്പെട്ട് ഭവനത്തിനകത്തോട്ട് കയറിപ്പോയി. ഇത് കണ്ട കുട്ടിക്ക് കരച്ചിൽ വന്നു. കരഞ്ഞ് ബോധം കെട്ട് അവിടെ വീണു എന്നാണ്. പെട്ടെന്ന് കുട്ടി ഇങ്ങനെ ഞെട്ടി ഉണരുമ്പോഴേക്കും തൻ്റെ ആ ഭവനം ഒരു മണിമാളികയായിട്ട്, സമ്പത്തുള്ള ഒരു ഭവനമായിട്ട് അങ്ങോട്ട് മാറിയിരിക്കണു. കുട്ടി വേഗം ഭവനത്തിനകത്തേക്ക് ഓടി ചെന്നപ്പോൾ അമ്മ ഇങ്ങനെ നല്ല കട്ടിലിൽ ഇങ്ങനെ കിടക്കണു. അമ്മയ്ക്ക് നിറയെ ആഭരണങ്ങൾ. എങ്ങനെ ഈ സൗഭാഗ്യം വന്നു എന്ന് മനസ്സിലായില്ല. അത് ആ രാജ്യം എങ്ങും വ്യാപിച്ചു. രാജാവ് വന്നു. ഈ കുട്ടിയുടെ പ്രവൃത്തികളൊക്കെ കണ്ട് സന്തോഷമായി. ഇങ്ങനെ ഒരു പൂജ കഴിച്ചു. ആ സമയത്താണ് ഇത് ഉണ്ടായതെന്ന് അറിഞ്ഞു. എല്ലാവരും കൂടി ഭഗവാനെ പ്രാർത്ഥിച്ചു. എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ച സമയത്ത് ആ ശിവന്റെ അവതാരം തന്നെയായ ആ ശിവഭക്തനായിട്ടുള്ള രാമഭക്തനായിട്ടുള്ള ആ ഹനുമാൻ സ്വാമി അവിടെ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, ഈ കുട്ടി ഈ ശിവപൂജയാണ് നടത്തിയത്. അത് യഥാശക്തി ആ കറുത്തപക്ഷത്തിലെ ശനിയാഴ്ച പ്രദോഷം ആയതുകൊണ്ടാണ് മഹാദേവന്റെ അനുഗ്രഹം ആ കുട്ടിക്കും ഈ ഭവനത്തിലും ഉണ്ടായത് എന്ന് ഹനുമാൻ സ്വാമി പറഞ്ഞിട്ട് അപ്രത്യക്ഷമായി. അറിയാതെ പോലും മഹാദേവന് ഈ പ്രദോഷ ദിവസം ഒരു കൂളത്തിൽ അർച്ചിക്കപ്പെട്ടാൽ, അതുപോലെ ആ പഞ്ചാക്ഷരം ജപിക്കാൻ ഇടവന്നാൽ തന്നെ ആ പ്രദോഷത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ശിവപ്രീതി ഉണ്ടാവട്ടെ. ഈ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഈ പ്രദോഷവ്രതം എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒന്നുകൂടി എൻ്റെ വിനീതമായ നമസ്കാരം.